താങ്ക് ഗോഡ്, സ്തോത്രം. അറിയല്ലോ, രതീഷാണ്. എന്തുകൊണ്ടാ എൻ്റെ ജീവിതത്തിൽ മാത്രം ഈ കഷ്ടത ഇങ്ങനെ ഒരറുതിയില്ലാതെ? ഇതൊരു ലോക മനുഷ്യൻ്റെ ചോദ്യമല്ല കേട്ടോ. പിന്നെ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുടെയും ചോദ്യം തന്നെ. വിശ്വാസികളായിരിക്കുന്ന അതേന്നെ വിശ്വാസ ജീവിതത്തിലേക്ക് പലരും പ്രവേശിക്കുന്നത് എന്തിനാ? അല്ലെങ്കിൽ ശരിയായ നിലയിൽ ഒരു വിശ്വാസ ജീവിതം എന്നെ കേൾക്കുന്ന നിങ്ങൾ തന്നെ ആരംഭിച്ചത് എപ്പോഴാ? നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന ആ കഷ്ടതയുടെ അനുഭവത്തിൽ നിന്ന് പുറത്തു വരണം, അല്ലേ? എന്നിട്ട് സംഭവിച്ചതെന്താ? പുറത്ത് പറയുന്നില്ലെന്നല്ലേ ഉള്ളൂ. കഷ്ടത കൂടുകയാ ചെയ്തേ, അല്ലേ? പലതിനും മാറ്റമുണ്ടായി. കണ്ണുനീരോടെ നിലവിളിയോടെ പ്രാർത്ഥിച്ച് ചില കഷ്ടതകളൊക്കെ മാറിപ്പോയി. പക്ഷേ അതിലും വലിയ കഷ്ടതയാണ് ജീവിതത്തിൽ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കുറവ് സംഭവിച്ചിട്ടില്ല. കഷ്ടതയ്ക്ക് ആ വലിപ്പം കൂടിയിട്ടേ ഉള്ളൂ. ഇതെന്താ ഇങ്ങനെ? എൻ്റെ ജീവിതത്തിൽ മാത്രമാണോ? നിങ്ങൾ ഈ സംശയം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, നിങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല, വിശ്വാസികളുടെ എല്ലാം ജീവിതം ഇങ്ങനെ തന്നെയാണ്. ഈ വറചട്ടിയിൽ നിന്ന് എരിചട്ടിയിൽ വീഴുന്ന അനുഭവമാണ് വിശ്വാസിയുടെ ജീവിതം. അപ്പോൾ ഇത് തന്നെയാണ് നാം അറിയുന്ന പലരും വിശ്വാസ ജീവിതത്തിലേക്ക് കാൽ വെച്ചിട്ട് പെട്ടെന്ന് കാലും വലിച്ച് തിരികെ ഓടിക്കളയുവാനുള്ള കാരണം. അപ്പോൾ ആ മക്കളെയൊക്കെ കുറ്റം പറയുന്നതുകൊണ്ട് കാര്യമുണ്ടോ? ആ സഹോദരനെയും കൂടെ കാര്യമുണ്ടോ? അവർ പേടിച്ചിട്ടാന്നേ തീപ്പൊയ്കയിലേക്ക് ഇറങ്ങുവാൻ ആരാ തയ്യാറാകുന്നേ? നമ്മൾ പിന്നെ ആ വിശ്വാസത്തിന്റെ പുറത്തങ്ങ് മുൻപോട്ട് പോകുന്നതേ ഉള്ളൂ. അപ്പോൾ കാര്യം ഇതാ, ആ പിന്മാറ്റത്തിന്റെ കാര്യം. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും പലപ്പോഴും പിന്മാറി പോയിട്ടുള്ളതും ഈ കാരണം കൊണ്ട് തന്നെയാണ്. അപ്പോൾ മറ്റുള്ളവരെയും കുറ്റപ്പെടുത്തണ്ട, സ്വയം കുറ്റപ്പെടുത്താനും നിൽക്കണ്ട. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഒരു സംശയം ഉണ്ടാകും, ഇങ്ങനെ കഷ്ടത വർദ്ധിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാ വിശ്വാസ ജീവിതം? അതെ, ഈ തീപ്പൊയ്കയായിരിക്കുന്ന എരിതിയായിരിക്കുന്ന വിശ്വാസ ജീവിതം പിന്നെ എന്തിനാ? അപ്പോൾ അങ്ങനെ പിന്മാറി പോകാൻ വരട്ടെ, കാരണം അറിയണ്ടേ? അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമേ നാം ധ്യാനിക്കുവാനായി പോകുന്നത്. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ വചന സന്ദേശത്തിനൊപ്പമായിരുന്നാട്ടെ. ഇന്ന് ചിലർ ആ എരിതിയിലേക്ക് കാൽ വയ്ക്കുവാൻ പോകുക. അതേന്നെ, മടിച്ചു നിൽക്കുന്നവർ വിശ്വാസ ജീവിതത്തിലേക്ക് കാൽ വയ്ക്കുവാൻ പോകുക, മുൻപോട്ട് പോകുവാൻ പോകുക. അയ്യോ, എനിക്ക് മതി ദൈവദാസനെ, ഇനി എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് മടിച്ചു നിൽക്കുന്ന ചിലർ ധൈര്യമായ ആ തീയിൽ ഇറങ്ങുവാൻ പോകുക. ഇതെന്താന്നോ? അത് തന്നെയാ പറയാൻ പോകുന്നത്. നോക്കിയേ, ആവർത്തന പുസ്തകം 5-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ദൈവജനത്തിന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച വലിയൊരു സാക്ഷ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. നീ മിസ്രയീം ദേശത്ത് അടിമയായിരുന്നു. ആരാ? ഇസ്രായേലിയർ മിസ്രയീമിൽ അടിമയായിരുന്നു എന്നും അവിടെ നിന്ന് നിന്റെ ദൈവമായ യഹോവ സാക്ഷ്യമാണ് നിന്നെ ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും പുറപ്പെടുവിച്ചു. ഓ താങ്ക് ഗോഡ്, ഗ്ലോറി, ഹല്ലേലൂയയും എത്ര തവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതല്ലേ? എന്ത് സന്തോഷമുള്ള കാര്യമാണ്! മിസ്രയീമിന്റെ അടിമത്വത്തിലായിരുന്ന ജനത്തെ ദൈവം നീട്ടിയ കരം കൊണ്ടും ബലമുള്ള ഭുജം കൊണ്ടും അവരുടെ അടിമക്കൂട് പൊളിച്ച് പുറത്തു കൊണ്ടുവന്നു. സന്തോഷമല്ലേ? പക്ഷേ അവരുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കിയേ. മിസ്രയീമിന്റെ അടിമത്വത്തിൽ നിന്ന് അവർ പുറത്തു വന്നു, സന്തോഷമാണ്. പക്ഷെ തുടർന്ന് എന്താ സംഭവിക്കുന്നത്? ഈ മിസ്രയീമിലെ അടിമ ജീവിതത്തെ വറചട്ടി എന്ന് പറയാം, പഴയൊരു പഴഞ്ചൊല്ലാണ്. എന്നാൽ അവർ എവിടേക്കാ വന്നത്? എരിതിയിലേക്ക്, മരുഭൂമിയിലേക്കാ വന്നത്. മിസ്രയീം പ്രശ്നം തന്നെയാണ്, അടിമത്വം പ്രശ്നം തന്നെയാണ്. എങ്കിലും 430 വർഷമായി തലമുറയായി അവരവിടെ പാർത്തു. പ്രശ്നമുണ്ട്, എങ്കിലും അവരവിടെ ജീവിച്ചു. തലമുറകൾ അവസാന കാലത്ത് കൊല്ലപ്പെടുവാൻ തുടങ്ങി. എങ്കിലും മക്കളെ ജനിപ്പിക്കുവാൻ തക്കവണ്ണം പുരുഷന്മാരും പ്രസവിക്കുവാൻ തക്കവണ്ണം സ്ത്രീകളും അവിടെ ഉണ്ടായി. പീഡയും ഉപദ്രവവും അവിടെ ഉണ്ട്. എങ്കിലും അവർ വർദ്ധിച്ച് പെരുകിക്കൊണ്ടേയിരുന്നു. കൊള്ളയിടപ്പെട്ടു, എങ്കിലും അവർക്ക് ജീവിച്ചു പോകുവാനുള്ളത് അവരവിടെ കണ്ടെത്തുന്നുണ്ടായിരുന്നു. പ്രശ്നമാണ്, പ്രതികൂലമാണ്, വെല്ലുവിളിയാണ്. എങ്കിലും നിലനിൽക്കുവാൻ വേണ്ടത്, തട്ടിയും മുട്ടിയും ഒക്കെ പോകുവാൻ വേണ്ടത് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നേരെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് വരുമ്പോഴോ, ദൈവമേ നീട്ടിയ കരം കൊണ്ടും ബലമുള്ള ഭുജം കൊണ്ടും ഇവരെ കൊണ്ടുവന്നാക്കിയ സ്ഥാനം പകൽ മുഴുവൻ കത്തിക്കാളുന്ന വെയിലാണ്. മരുഭൂമി, തണൽ എന്ന് പറയുന്നത് കണി കാണാനില്ല. ഇനി രാത്രിയാണെങ്കിലോ കുറ്റാക്കുറ്റിരുട്ട്. നമ്മൾ മുറിക്കകത്ത് കയറി ലൈറ്റ് ഓഫ് ചെയ്തുണ്ടാക്കുന്ന ഇരുട്ടല്ല, മരുഭൂമിയിലെ ഇരുട്ട്. പകൽ മുഴുവൻ വേനലിനെ ഭയന്ന് പതുങ്ങിയിരിക്കുന്ന ക്രൂര മൃഗങ്ങൾ പുറത്തു വരും. 91-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ മോശ ആ മൃഗങ്ങളെ കുറിച്ച് അവിടെ വിവരിക്കുന്നു. ബാലസിംഹമുണ്ട്, ഇര കിട്ടാതെ വിശന്നിരിക്കുന്ന, പകൽ മുഴുവനും വിശന്ന് മാളത്തിൽ പതുങ്ങിക്കിടക്കുന്ന ബാലസിംഹം ഇര തേടി ഇറങ്ങും. പെരുമ്പാമ്പ് ഇര തേടി ഇറങ്ങും. ചെന്നായ്ക്കൾ കടന്നു വരും, കുറുക്കന്മാർ കടന്നു വരും.
തേളുകൾ കടന്നു വരും. വിഷമുള്ളതും ആക്രമിക്കുന്നതും കടിച്ചു കീറി തിന്നുന്നതുമായ ആ ക്രൂര മൃഗങ്ങളും വിഷജന്തുക്കളും രാത്രിയിൽ കടന്നു വരും. മരണതുല്യമായ അവസ്ഥ. പകൽ കത്തിക്കാളുന്ന വേനൽ, ഉരുകി ഒലിക്കുന്ന മണലിലുള്ള ജീവിതം, മണലിലൂടെയുള്ള നടത്തം. രാത്രിയാണെങ്കിലോ മരണം മണക്കുന്ന അനുഭവം. തീപ്പൊയ്കയല്ലേ? ആണോ? തീപ്പൊയ്കയാണ്. ഇത് തന്നെയാണ് വിശ്വാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും സംഭവിക്കുന്നത്. എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും, ഇത് നിങ്ങളോട് പറയുന്ന എൻ്റെ ജീവിതത്തിലും. എന്താ? ആ മിസ്രയീമിലെ അടിമത്തം അതിനി വേണ്ട, ഇനി ശരിയാവത്തില്ല. ഒരു തീരുമാനമുണ്ടായി. ഇനി കരഞ്ഞ് പ്രാർത്ഥിച്ച് പുറത്തു വരണം. ഇനി അങ്ങനെ എൻ്റെ മക്കളെ ശത്രു പിടിച്ചുകൊണ്ട് പോകണ്ട. അവരെ ഇനി ഞാൻ മദ്യത്തിന് വിട്ടുകൊടുക്കത്തില്ല. അവരെ ആ കൂട്ടുകെട്ടുകൾക്ക് വിട്ടുകൊടുക്കത്തില്ല. അവർ നശിച്ചു പോകുവാൻ ഞാൻ അനുവദിക്കത്തില്ല. അവർ മാനിക്കപ്പെടണം, അവർ അനുഗ്രഹിക്കപ്പെടണം. അതല്ലേ മാതാവേ നീ കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിക്കുവാനുണ്ടായ കാരണം? സഹോദരി, ഇനി അങ്ങനെ തോന്നും പോലെ എൻ്റെ ഭർത്താവ് ജീവിച്ചാൽ പോരാ. എനിക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കണം. ഈ ദേശത്തിൽ ഞങ്ങളെക്കുറിച്ച് മോശം പറഞ്ഞവരുടെ മുൻപിൽ ഞങ്ങൾക്ക് ജീവിച്ച് കാണിക്കണം. പ്രാർത്ഥന അങ്ങ് തുടങ്ങി. ആണേ, ഇനി ഇങ്ങനെ ഈ രോഗവും ദുരിതവുമായിട്ടൊന്നും ജീവിച്ചു പോയാൽ പറ്റത്തില്ല. ഇനി പൂർണ്ണ ആരോഗ്യം വേണം, മരുന്നിനോടൊപ്പം അല്ല. അല്ലാതെ എനിക്ക് ആരോഗ്യം വേണം. പ്രാർത്ഥന അങ്ങ് തുടങ്ങി. ആണേ, ഇനി ഈ കടത്തിൽ കിടന്ന് കരയാനും നിലവിളിക്കാനും നിരാശപ്പെടാനും വയ്യ. പുറത്ത് വന്നേ പറ്റൂ. ഈ ജോലി ഇങ്ങനെ ഞാൻ അധ്വാനിക്കുന്നു, വല്ലവനും കൊണ്ടുപോകുന്നു. പറ്റത്തില്ല. എൻ്റെ നന്മ കവരപ്പെടുവാൻ പാടില്ല, എൻ്റെ ആരോഗ്യം കവരപ്പെടുവാൻ പാടില്ല. സ്ഥിരം ജോലി വേണം. പ്രാർത്ഥന തുടങ്ങി. അപ്പോൾ ആ അവസ്ഥയ്ക്കൊക്കെ ഒരു മാറ്റം വന്നു തുടങ്ങി. കർത്താവ് പറഞ്ഞു, ഇതുവരെയുള്ള നഷ്ടങ്ങളൊക്കെ മറക്കുമാറാക്കുന്ന വലിയത് ഞാൻ നിന്റെ ജീവിതത്തിൽ ചെയ്യും. അതിലെ മാതാവ് വാഗ്ദത്തം, നിന്റെ തലമുറകളെ ഞാൻ മാനിക്കും. അവരെക്കുറിച്ച് അപവാദം പറഞ്ഞ, അവരുടെ കുറ്റങ്ങൾ മാത്രം പറഞ്ഞ, അവരെ നിന്ദിച്ച, അവരെ മോശക്കാരാക്കിയവരുടെ മുൻപിൽ ഞാൻ മാനിക്കും. അവരെ ഞാൻ ഉയർത്തും. അവരെ ദേശത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കും. രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കും. നിന്റെ ഭർത്താവിനെ മാനിക്കും. നിന്റെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കും. അതല്ലേ സഹോദര, നിന്റെ തൊഴിൽ മേഖലയെ മാനിക്കും. ദൈവം നിന്നെ ഉയർത്തും. നീ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത നന്മകൾ കൊണ്ട് നിന്നെ തൃപ്തി വരുത്തും. ദേശത്തിലെ നന്മ നീ അനുഭവിക്കും. രാജ്യങ്ങളുടെ നന്മ നീ അനുഭവിക്കും. സ്തോത്രം. എന്തൊക്കെ വാഗ്ദത്തങ്ങളാ! നിന്റെ ആ ബിസിനസ് പൂത്ത് തളർത്ത് പടർന്ന് പന്തലിച്ച് രാജ്യങ്ങൾ കീഴടക്കും. നിനക്ക് ആരോഗ്യമുണ്ടാകും. ആമേൻ. മിസ്രയീമിലായിരുന്നപ്പോൾ ഇതൊക്കെ കിട്ടാക്കനിയ, ഇതൊന്നും നടക്കത്തില്ല. പക്ഷെ പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞു, മിസ്രയീമിലായിരിക്കുന്ന ദൈവത്തിൻ്റെ ജനം അത് കേൾക്കുക. നിങ്ങളെ ഞാൻ പാലും തേനും ഒഴുകുന്ന ഈ കഷ്ടതയും കണ്ണുനീരും ഒന്നുമില്ലാത്ത വാഗ്ദത്തത്തിലേക്ക് വഴി നടത്തും. അതേ, നിങ്ങൾ നടക്കുന്നത് വാഗ്ദത്തത്തിലേക്കാണ്. അതേ, ആ എരുതിയിൽ ഇറങ്ങുവാൻ ഒന്നാമത്തെ കാരണം, മിസ്രയീമിലായിരിക്കുമ്പോൾ കഷ്ടതയുണ്ട്. ആ കഷ്ടത അനുഭവിച്ച് ജീവിക്കേണ്ടി വരും. എന്നാൽ ദൈവത്തിൻ്റെ പിന്നാലെയുള്ള യാത്രയിൽ, വിശ്വാസ ജീവിതത്തിൽ പ്രശ്നമുണ്ട്, പക്ഷേ വാഗ്ദത്തവുമുണ്ട്. ഒന്ന്, പ്രശ്നമുണ്ട്, വാഗ്ദത്തവുമുണ്ട്. കാൽ വയ്ക്കുവാൻ ഒന്നാമത്തെ കാരണം. തീർന്നില്ല. ഈ ദൈവത്തിൻ്റെ ജനം കാൽ വയ്ക്കുന്നത് എവിടേക്കാ? നിങ്ങളിപ്പോൾ ഈ പേടിച്ചിരിക്കുവാനുള്ള കാരണമാണ് പറയാൻ പോകുന്നത്. ദൈവത്തിൻ്റെ ജനം നീട്ടിയ കരത്തിൻ്റെ ബലം കണ്ട് കാൽ വയ്ക്കുന്നത് ചെങ്കടലിലേക്കാ. ആമേൻ. അവർ അന്നുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ പ്രശ്നം. ലോകപ്രകാരം ജീവിച്ചപ്പോൾ ഈ പിടാപ്പാടൊന്നുമില്ലായിരുന്നു. ഇതിപ്പോൾ പ്രാർത്ഥിക്കും തോറും പ്രശ്നം കൂടുന്നു, ഉപവസിക്കും തോറും പ്രശ്നം കൂടുന്നു. അയ്യോ, ചെങ്കടലാ മുമ്പിൽ. നേരത്തെ ആണെങ്കിൽ 1, 2, 3 ഒക്കെ മരണപ്പെടത്തുള്ളൂ. ഇത് 30 ലക്ഷവും ഒറ്റയടിക്ക് തീരുവാൻ തക്കവണ്ണം ചെങ്കടലിന് മുമ്പിലാണ്. അത് തിരികെ ഓടാൻ പറ്റുമോ? അതിനും പറ്റത്തില്ല. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുടെ സങ്കടമാണ്. ഇട്ടിട്ട് പോകാനും പറ്റത്തില്ല, ഇറങ്ങിയും പോയി. അതല്ലേ സഹോദര, അതല്ലേ ഏറ്റവും അധികം വിഷമം. അതൊരു ഭാഗ്യമാണ്. ആ ഫറവോന് സൈന്യവും ഉള്ളത് ഒരു ഭാഗ്യമാണ്. നീ തിരികെ പോകാതിരിക്കുവാൻ മുൻപോട്ട് പോകുമ്പോൾ അത് മനസ്സിലാകും, അത് ഭാഗ്യമാണ്. പലരും ഓടിപ്പോകുന്നത് ഈ ഫറവോനും സൈന്യവും ഇല്ലാത്തത് കൊണ്ടാണ്. തിരികെ പോവുക, ഇങ്ങോട്ടൊരു ചാട്ടം, അവിടെ നിന്ന് വാരിക്കൊണ്ട് തിരികെ ഓടുക. നീ അതില്ലാതെ നിൽക്കുക. നോക്കിയേ, ഈ ജനത്തെ മുഴുവനും മുക്കിക്കളയുവാൻ തക്കവണ്ണം വലിയ പ്രതിസന്ധി, ചെങ്കടൽ എന്ന പ്രതിസന്ധി അവർക്ക് മുമ്പിലുണ്ട്. എന്താ സംഭവിക്കുന്നത്? രണ്ടാമത്തെ കാര്യം, തീയിൽ കാൽ വയ്ക്കുവാനുള്ള. മിസ്രയീമിൽ അവർ പ്രശ്നത്തിലായിരുന്നു. അവിടെ അവരുടെ പ്രശ്നങ്ങൾ അനുഭവിക്കുവാൻ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറേ പേരുടെ മക്കൾ നഷ്ടപ്പെട്ടു, കുറേ പേരുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു, കുറേ പേരുടെ നന്മകൾ കൊള്ളയിടപ്പെട്ടു. മൊത്തത്തിൽ അവർ അടിമ ജീവിതം നയിച്ചു. നഷ്ടമുണ്ടായി.
അവർ അനുഭവിച്ച ആ പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ വലിയ ബാധിപ്പുകളെ സമ്മാനിച്ചു. അവർ തന്നെ അത് അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ ഇവിടെ പ്രശ്നം വലിയതാണ്. മിസ്രയീമിലും അധികം പ്രശ്നമാണ് ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച വിശ്വാസിയുടെ ജീവിതത്തിൽ, ചെങ്കടൽ എന്ന പ്രശ്നം. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ, നീ വിശ്വാസ ജീവിതത്തിലേക്ക് കാൽ വയ്ക്കുവാൻ പോകുന്നവരോടാണ്, വിശ്വാസികളായിരിക്കുന്നവരോടാണ്, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും. അപ്പുറത്ത് പ്രശ്നമുണ്ട്, ചെറിയ പ്രശ്നമാണ്. ഈ പ്രശ്നവുമായിട്ട്, അതായത് വിശ്വാസിയുടെ ജീവിതത്തിലുള്ള പ്രശ്നവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ലോകത്തിലുള്ള പ്രശ്നം ചെറിയതാണ്. പക്ഷേ അനുഭവിക്കുവാൻ അവൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അല്ലേ? എന്തോരം അനുഭവിച്ചതാ. അയ്യോ, അത് വിടാം. ഇപ്പുറത്ത് നോക്കിയേ, ഇപ്പുറത്ത് ദൈവം കൂടിയിരിക്കും. ദൈവം കൂടിയിരിക്കുന്നതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? വചനം പറയുന്നു, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അത് നിന്നെ കവിയുകയില്ല, നീ ചെങ്കടലിൽ കൂടി കടന്നു പോകുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. നിങ്ങൾ വിശുദ്ധ വേദപുസ്തകം എടുത്തിട്ട് പുറപ്പാട് പുസ്തകത്തിനകത്താണ് ജനത്തിന്റെ പുറപ്പാട്, ദൈവജനത്തിന്റെ പുറപ്പാടിന്റെ ചരിത്രം നിങ്ങൾക്ക് കാണുവാനായി കഴിയുന്നത്. 14-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവജനം ചെങ്കടൽ വഴിയായി കടന്നു പോകുന്ന സംഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അതുമായി ബന്ധപ്പെട്ടതുമായ ഒത്തിരി സംഭവങ്ങൾ പിന്നെയും വേദപുസ്തകത്തിൽ പല കുറി രേഖപ്പെടുത്തിയിരിക്കുന്നു. ആവർത്തിച്ച് നിങ്ങൾ അതൊക്കെ വായിച്ചു നോക്കിയാലും നിങ്ങൾക്ക് ഇങ്ങനെ കാണുവാൻ കഴിയത്തില്ല. 30 ലക്ഷം പേർ ആ ചെങ്കടലിൽ കൂടി കടന്നു പോയിട്ടും ഒരു സിംഗിൾ മാൻ എങ്കിലും ആ വെള്ളത്തിൽ മുങ്ങി കാണാതെ പോയെന്നു. അയ്യോ, ഇത്രയും പേര് രക്ഷപ്പെട്ടല്ലോ, ഒരുത്തനല്ലേ പെയ്യല്ലോ എന്ന് പറയുന്ന ഒരു വാക്ക് പോലും നിങ്ങൾക്ക് ചെങ്കടലിൽ കൂടെ കടന്നുപോയ ദൈവജനത്തിന്റെ ഭാഗത്ത് നിന്ന് കാണുവാനോ കേൾക്കുവാനോ കഴിയത്തില്ല. 10 രൂപയ്ക്ക് കപ്പലണ്ടി വാങ്ങിച്ചു, വറക്കുന്ന കപ്പലണ്ടി കുറെ വാക്യത്തോട്ടിട്ടു, 2-3 താഴെ പോയി. പോയത് പോട്ടെ, അങ്ങനെ പറയുവാനുള്ള ഒരു അവസരം ഉണ്ടായില്ല. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ആ ചെങ്കടൽ വഴിയായി കടന്നു പോയവരുടെ കാലിന്റെ പാദത്തിൽ പോലും വെള്ളം നനഞ്ഞില്ല. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ദൈവം അവരോട് കൂടിയിരുന്നു. ആ ചെങ്കടലിന് മധ്യത്തിലൂടെ ഉണങ്ങിയ നിലത്തെന്ന പോലെ അവർ പുറത്ത് കടന്നു. യേശുവിൻ നാമത്തിൽ ഈ പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നീ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഇന്നലകളിൽ അനുഭവിച്ചതിൽ അധികം കഷ്ടം അനുഭവിച്ചായിരിക്കുന്നു, ഭയപ്പാടിന് മധ്യത്തിലായിരിക്കുന്നു, പിന്നോട്ട് ഓടി പോകുവാൻ കഴിയാത്തത് കൊണ്ട് പേടിച്ചരണ്ടായിരിക്കുന്നു. കേൾക്ക്, ഈ പ്രശ്നത്തിനകത്ത് നീ വീണു പോകുവാൻ, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം ദൈവം നിന്നോട് കൂടിയിരിക്കും. ഇന്നലകളിലെ പ്രശ്നങ്ങളിൽ നീ ഒറ്റയ്ക്കായിരുന്നു, അവിടെ നിനക്ക് നഷ്ടങ്ങളുണ്ടായി. ആ ചരിത്രം ഇവിടെ ആവർത്തിക്കത്തില്ല. അത് നോക്കി നീ ഇനിയുള്ള പ്രശ്നത്തെ വിലയിരുത്തേണ്ട. കാരണം ദൈവം നിന്നോട് കൂടെയുണ്ട്. ഇനി നിനക്ക് മുമ്പിൽ പ്രശ്നമുണ്ടാകും, എന്നാൽ ആ പ്രശ്നത്തിൽ നീ മുങ്ങിപ്പോകത്തില്ല. നിന്റെ ജീവിതത്തിൽ നിന്ന് യാതൊന്നും നഷ്ടപ്പെടത്തില്ല. ആ ചെങ്കടലിന് അപ്പുറം നിന്നെ കൊണ്ടുപോകുവാൻ തക്കവണ്ണം ശക്തനായ ദൈവം നിന്നോട് കൂടെയുണ്ട്. സഹോദര, ഈ ദിവസങ്ങളിൽ ആ ജോലി സ്ഥലത്ത് നീ അനുഭവിക്കുന്ന ആ ഭയപ്പാടിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം ശക്തനായ ദൈവം നിന്നോട് കൂടെയുണ്ട്. ആ പ്രശ്നത്തിന് മധ്യത്തിൽ നീ മുങ്ങിപ്പോകുവാൻ, നീ ഒടുങ്ങിപ്പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. നിന്നോട് ദൈവം പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങളിൽ ഒന്നുപോലും അവിടെ നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. സഹോദരി, കേൾക്ക്, നിന്റെ കുടുംബ ജീവിതം ഇന്നലകളിൽ കടന്നു പോയതിലും അധികം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു. അയ്യോ ദൈവദാസരെ, പ്രാർത്ഥന തുടങ്ങിയപ്പോൾ ഇത്രമാത്രം ഒന്നും പ്രശ്നമില്ലായിരുന്നു. വല്ലപ്പോഴെങ്കിലും എന്നോട് മിണ്ടുമായിരുന്നു, വല്ലപ്പോഴെങ്കിലും വീട്ടിൽ വരുമായിരുന്നു. ഇപ്പോഴൊന്നുമില്ല, പ്രശ്നം കൂടിക്കൊണ്ടിരിക്കുക. ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചു. അയ്യോ, ചെങ്കടലിന് മുമ്പിലായി പോയതുപോലെ ഭയപ്പെട്ട് തളർന്നായിരിക്കുന്നുവോ? കേൾക്ക്, ഈ പ്രശ്നം, ഈ ഏറുന്ന പ്രതിസന്ധി നിന്നെ മുക്കിക്കളയത്തില്ല. നീ പുറത്തു വരും. നിന്റെ കുടുംബ ജീവിതത്തിൽ നിന്ന് ആഞ്ഞടിക്കുന്ന ചെങ്കടൽ സമാനമായ പ്രശ്നത്തിൽ നിന്ന് അതേ മുക്കിക്കളയുവാൻ തക്കവണ്ണം ഉയർന്നു പോകുന്ന പ്രശ്നത്തിൽ നിന്ന് എൻ്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. ഇനി ഒരു നഷ്ടം നീയും നിന്റെ ഭർത്താവുമായി ഇന്ന് നടക്കുന്ന പ്രശ്നം മുഖാന്തരം ഇന്നലകളിൽ ഉണ്ടായതുപോലൊരു നഷ്ടം ഇനി നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കാരണം നീ ഇന്നലകളിൽ ഒറ്റയ്ക്കായിരുന്നു, ഇന്ന് നിനക്കൊപ്പം എൻ്റെ ദൈവമുണ്ട്. സഹോദര, ആ കോടതിക്കകത്ത് നിനക്കൊപ്പം എൻ്റെ ദൈവമുണ്ട്. ഇനി നീ നാണം കെട്ട് തലകുനിച്ച് മടങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ചെങ്കടൽ വലുതാണ്, നീ മുങ്ങിപ്പോകും, ശരിയാണ്. പക്ഷേ മുക്കാതെ വണ്ണം നിന്നെ പൊക്കിക്കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു ദൈവം ഈ പകലിൽ നിനക്കൊപ്പമുണ്ട്. മാതാവേ, പിതാവേ, നിന്റെ തലമുറകൾ മുഖാന്തരം നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചെങ്കടൽ സമമായ ആ പ്രശ്നങ്ങൾ, അയ്യോ ദൈവദാസനെ, ഇന്നലത്തേതിലും അധികം ഞാൻ കർത്താവിനെ വിളിച്ച് എന്തിനു വേണ്ടി എൻ്റെ ഇഷ്ടങ്ങൾ വിട്ട്, എൻ്റെ പാരമ്പര്യത്തെ വിട്ട്
ഞാനായിരുന്ന ജീവിത സാഹചര്യങ്ങളെ വിട്ട് ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചുവോ, അന്ന് മുതൽ പ്രശ്നമേറുകയാണ്. പ്രശ്നത്തിന്റെ കഠിനത മാത്രമേ എനിക്ക് കാണുവാനുള്ളൂ. പ്രതീക്ഷയുടെ യാതൊന്നും മുൻപിൽ കാണുവാനില്ല. ചെങ്കടൽ വഴി തടഞ്ഞു നിൽക്കുന്നു. അയ്യോ, എൻ്റെ തലമുറകൾ എനിക്ക് നഷ്ടപ്പെട്ടു, അവരുടെ സ്നേഹം നഷ്ടപ്പെട്ടു, അവരിൽ നിന്നുള്ളത് സകലതും എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഭാരത്തോടെ ആയിരിക്കുന്നുവോ, കേൾക്ക്, ആ ചെങ്കടൽ വഴി തരുവാൻ പോകുക. നിന്റെ തലമുറകളുടെ നന്മ അനുഭവിക്കുവാൻ, നിന്റെ തലമുറകളുടെ സന്തോഷം അനുഭവിക്കുവാൻ, അതേ അവർക്ക് നിന്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ, നിനക്ക് അവരുടെ അടുക്കലേക്ക് കടന്നു പോകുവാൻ തക്കവണ്ണം ഇന്ന് നിന്നെയും അവരെയും തമ്മിൽ വേർപിരിക്കുന്ന ആ പ്രശ്നത്തിന് മധ്യത്തിൽ വഴി തുറക്കപ്പെടുക യേശുവിൻ നാമത്തിൽ. ആ പ്രശ്നത്തിൽ നീ മുങ്ങിപ്പോകത്തില്ല, നിന്റെ വാക്തത്വത്തിലേക്ക് നീ കാൽ വയ്ക്കും യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി മാതാവേ, നിനക്കൊപ്പം ദൈവമുണ്ട്. ആമേൻ. തലമുറകളുടെ ജീവിതത്തിൽ പ്രശ്നമേറുകയാണ്, ഭയപ്പാടും കൂടുകയാണ്. പേടിക്കേണ്ട, അവരെത്തേണ്ട വാക്തത്വങ്ങളിൽ എത്തിക്കുവാൻ തക്കവണ്ണം ഭയപ്പെടുത്തുന്ന ഉയർന്നു പോകുന്ന ഈ പ്രശ്നങ്ങൾക്ക് മധ്യത്തിൽ കർത്താവ് നിന്റെ തലമുറകൾക്കൊപ്പമുണ്ട്. പഠിക്കുന്ന ആ സ്ഥാനത്ത് മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കൾക്കൊപ്പം എൻ്റെ കർത്താവ് കൂടെയുണ്ട്. പരാജയപ്പെട്ട് ഇന്നലകളിലായി പോയ അവസ്ഥയിൽ ഇനി അവർ ആയി പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. സഹോദരി, നിനക്കൊപ്പം എൻ്റെ ദൈവമുണ്ട്. ആ മത്സര പരീക്ഷയിൽ ഇനി നീ പരാജയപ്പെട്ടു പോകുവാൻ, അതേ ഇനി എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് നിരാശയോടെ ബുക്ക് മടക്കുവാൻ എൻ്റെ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. നീ ആഗ്രഹിക്കുന്ന വാഗ്ദത്തം, പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത ദേശം ദൈവം തന്റെ ജനത്തിന് ഓഫർ ചെയ്തതുപോലെ യൂറോപ്യൻ കൺട്രീസ് നിനക്ക് ഓഫർ ചെയ്തു. അതെ, അവിടെ കടന്നു പോകുവാൻ തക്കവണ്ണം IELTS മത്സര പരീക്ഷകൾ എഴുതി, അതേ പരാജയം. ഇന്നലകളിൽ ആ പരാജയം നിന്റെ ജീവിതത്തിൽ കടന്നു വന്നു. നീ ഒറ്റയ്ക്കായിരുന്നു. എന്നാൽ ഇന്ന് എൻ്റെ ദൈവം നിന്നോട് കൂടെയുണ്ട്. ആ പരാജയം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ അവൻ അനുവദിക്കത്തില്ല. വാഗ്ദത്തത്തിലേക്ക് നീ കടന്നു പോകുവാൻ പോകുക യേശുവിൻ നാമത്തിൽ, നിന്റെ വാഗ്ദത്ത ദേശത്തിലേക്ക്. ഓ, താങ്ക് ഗോഡ്. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. സഹോദരി, നിന്റെ ബിസിനസ്, ഓ സ്തോത്രം, അത് പൂത്ത കാഴ്ച ഫലം തരുവാൻ പോകുക. ഇന്നലകളിൽ അത് നഷ്ടപ്പെടുത്തി, ഇന്നലകൾ അത് നിന്റെ തല കുനിപ്പിച്ചു, നിന്നെ വല്ലാതെ ഭാരപ്പെടുത്തി. അയ്യോ, ഇനി ഒരു ഭാരം. ഇന്ന് നീ കാണുന്ന ഭയപ്പാട് നിന്റെ തകർച്ചയ്ക്ക് കാരണമാകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. പ്രശ്നമേറുന്നുണ്ട്. അയ്യോ, പേടിപ്പിക്കുന്ന വിധത്തിൽ പ്രതിസന്ധി വളരുന്നുണ്ട്. CC അടച്ചിട്ട് ഒത്തിരി ദിവസമായി, ആ വാഹനങ്ങളുടെ അല്ലേ, ലോൺ അടച്ചിട്ട് ഒത്തിരി ദിവസമായി, ആ സ്ഥാപനത്തിന്റെ ഇനി എങ്ങനെ മുൻപോട്ട് പോകും? ജപ്തി നടക്കും. അയ്യോ, പോയി, എല്ലാം പോയി. പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ മാത്രം കഷ്ടതയുടെ അനുഭവം. നിന്റെ ജീവിതത്തിൽ മാത്രമല്ല, വിശ്വാസിയുടെ ജീവിതം അത് തന്നെയാണ്. എരിതീ, ഓ തീയാളി കത്തുകയാ, വെള്ളം ഉയർന്നു പൊങ്ങുക. എങ്കിലും ദൈവം കൂടിരിക്കും. ഈ വെള്ളത്തിൽ നീ മുങ്ങിപ്പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഈ കടത്തിൽ നീ തകർന്നു പോകുവാൻ, ഈ ജപ്തിയിൽ നീ തകർന്നു പോകുവാൻ, ഈ പലിശക്കടത്തിൽ നീ തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആ പ്രശ്നത്തിന് മധ്യത്തിൽ നിന്ന് എൻ്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. നീ ആ സ്ഥാപനം തുടങ്ങിയപ്പോൾ നിന്നോട് പറഞ്ഞ ആ വാഗ്ദത്തം നിന്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം നിറവേറ്റി തരും യേശുവിൻ നാമത്തിൽ. ആ രോഗത്തിൽ നിന്ന്, അയ്യോ, ഇതുവരെ ഒരു പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരുന്നു. ദൈവദാസനെ, ഡോക്ടർമാർ പറഞ്ഞുകൊണ്ടിരുന്നതാ എല്ലാം ശരിയാകും, നമുക്ക് ട്രീറ്റ്മെന്റുമായിട്ട് മുൻപോട്ട് പോകാം, സുഖം കിട്ടും. ഈ ട്രീറ്റ്മെന്റ് ഒന്നുമില്ലാതെ സുഖം കിട്ടാൻ വേണ്ടി ദൈവത്തിന്റെ അടുക്കിലേക്ക് വന്നതാ. ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു തുടങ്ങി, ഇനി ട്രീറ്റ്മെന്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല, എൻ്റെ കാര്യം കാട്ടാപ്പുകയായി. അയ്യോ, കാട്ടാപ്പുകയായി. അതെ, അവിടെ നിന്ന് ദൈവം തുടങ്ങുക. അവൻ ആ ചെങ്കടലിന്റെ മുൻപിൽ നിന്ന് ദൈവം ജനത്തിന് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങി. അവർ അന്ന് വരെ കണ്ടിട്ടില്ലാത്തത്, ഡോക്ടർമാർ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തത്. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞേ, നിന്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം പ്രവർത്തിച്ചു തുടങ്ങിയ, നിന്നെ സൗഖ്യമാക്കി എൻ്റെ ദൈവം പുറത്തു കൊണ്ടുവരുവാൻ പോകുക. മരുന്നും ഗുളികയുമില്ലാതെ നീ ജീവിച്ചു തുടങ്ങുവാൻ പോകുക. ഡോക്ടർക്കൊപ്പമല്ലാതെ നീ ജീവിച്ചു തുടങ്ങുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. ഇനി ഡോക്ടർക്കൊപ്പമല്ല, ആശുപത്രിയിലല്ല, നിന്റെ ഭവനത്തിൽ നിന്റെ പ്രിയപ്പെട്ടവർക്കൊപ്പം നീ ജീവിച്ചു തുടങ്ങുവാൻ പോകുക. ആമേൻ. മുൻപിലെന്താ? ചെങ്കടലാണ്. വിശ്വാസ ജീവിതത്തിലേക്ക് കാൽ വച്ചതേ ഉള്ളൂ. അപ്പോൾ ആ ചെങ്കടലിലേക്ക് ധൈര്യമായി ഇറങ്ങിപ്പോകുവാൻ മടിക്കണമോ? നോക്കിയേ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തന്നെ 43-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം. അവിടെ എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഈ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല. വിശ്വാസ ജീവിതം തീയാണ്. പക്ഷേ ഭക്തൻ നടന്നാൽ ആ തീ ഭക്തനെ വേഗിക്കത്തില്ല. കാരണം ദൈവം നിന്നോട് കൂടിയിരിക്കും. ശദ്രക്കിനോടും മേശക്കിനോടും അബേദ്നെഗോവിനോടും ഒപ്പം അതേ ആ തീ ചൂളയിൽ ഇറങ്ങി നിന്ന ദൈവം നിന്നോട് കൂടിയിരിക്കും. തീ ആളി കത്തുന്നത് കൊണ്ട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഉയർന്നു പോകുന്നത് കണ്ട് സഹോദര, സഹോദരി, നീ ഭയപ്പെടേണ്ട. ദൈവം നിന്നോട് കൂടെയുണ്ട്. ആ തീയിൽ നീ വെന്തു പോകത്തില്ല. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന അധികരിച്ച പ്രശ്നങ്ങൾ, ഇന്നലകളിൽ നിങ്ങൾ കണ്ടതിലും അനുഭവിച്ചതിലും അധികം വലിയ പ്രശ്നങ്ങളിൽ നിങ്ങളായിരിക്കുന്നു. അതേ, കഷ്ടത വലുതാണ്, എന്നാൽ നിങ്ങൾ വെന്തു പോകത്തില്ല, നിങ്ങൾ തകർന്നു പോകത്തില്ല. ദൈവം കൂടിയിരിക്കും. മുൻപോട്ട് പോകുമ്പോൾ നോക്കിയേ,
പ്രശ്നങ്ങൾ എത്രത്തോളമാണ് പിന്മാറിപ്പോയവന്റെ ദൃഷ്ടിയിൽ നോക്കിയാൽ അധികരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങളുടെ ദൃഷ്ടിയിൽ നോക്കിയാൽ അധികരിക്കുന്ന പ്രശ്നത്തെ കാണത്തില്ല. പക്ഷേ പിന്മാറിപ്പോയവൻ പറയും, ഓ അമ്മ കർത്താവിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചു, ഇപ്പം എന്തോണ്ടേ കഷ്ടം മാത്രമേ ഉള്ളൂ, അവക്ക് വേറെ വേലയൊന്നുമില്ല. ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചു, ഇപ്പം കഷ്ടത കൊടികുത്തി വാഴുക. ഇവൾക്കൊന്നും വേറെ വേലയില്ലാത്തതുകൊണ്ട്, ഇവനൊന്നും വേറെ വേലയില്ലാത്തതുകൊണ്ട് ചുറ്റുമുള്ളവർ പറയുക അവൻ കഷ്ടത മാത്രമേ കാണത്തുള്ളൂ. കാരണം എന്താ? പകൽ മുഴുവൻ കത്തിക്കാളുന്ന വെയില. എവിടെ? മരുഭൂമിയിലെ. മിസ്രയീമിൽ നിന്ന് ദൈവം കൊണ്ടുവന്ന് ദൈവത്തിന്റെ ജനത്തെ ആക്കിയ ആ എരിതിയിലെ കാര്യമാണ് പറയുന്നത്. പകൽ മുഴുവൻ വെയില. വെറും വെയിലല്ല. നിങ്ങൾ ഈ ബീച്ചിലൊക്കെ പോയിട്ടുണ്ടോ? ചെരുപ്പിടാതെ നടന്നിട്ടുണ്ടോ? ഉച്ച സമയത്തൊക്കെ ഞങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെ നടന്നിട്ടുള്ളവർക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട്. വെന്തുപോകും, ഉരുകിപ്പോകും. തൊട്ടടുത്ത് കടല, ബീച്ചിലെ കടല, ഒരു സൈഡിൽ കടല. കാറ്റടിക്കുമ്പോ ഈർപ്പമുള്ള കാറ്റാണ് നമ്മുടെ ദേഹത്തിലേക്ക് വന്ന് പതിക്കുന്നത്. എന്നിട്ട് കൂടി വെന്തുപോകും. അപ്പൊ അതുകൊണ്ടേ വെള്ളം മരീചികയായി പോലും കാണുവാൻ കഴിയാത്ത മരുഭൂമിയിൽ, വെറും മരുഭൂമിയല്ല, വചനം പറയുന്നു തീക്കൽ പാറയുള്ള മരുഭൂമിയിൽ അവർ പകൽ മുഴുവനായിരിക്കുക. അയ്യോ! എന്നിട്ടും എവിടെയെങ്കിലും വേദപുസ്തകത്തിനകത്ത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ കാല് വെന്തുപോയി ദൈവത്തിന്റെ ജനമായ ഒരു ഇസ്രായേലിയൻ വഴിയിലൂടെ ഞൊണ്ടി ഞൊണ്ടി നടന്നു എന്ന്, മരുഭൂമിയിൽ തീയിൽ ഉരുകിപ്പോയെന്ന്, സൂര്യാഘാതമേറ്റെന്ന്? നോക്കിയേ, ഇന്ന് നമ്മൾ അത് ഒരുപാട് കേൾക്കുന്നതല്ലേ. സൂര്യാഘാതമേറ്റു, വയലിൽ പോയപ്പോൾ സൂര്യാഘാതമേറ്റു, പശുവിനെ കെട്ടാൻ പോയപ്പോൾ സൂര്യാഘാതമേറ്റു, തുണി വിരിക്കാൻ ടെറസിൻ്റെ ഉയരെ കയറിയപ്പോൾ സൂര്യാഘാതമേറ്റു. ഇത് മരുഭൂമിയില്ല, ഒരാഘാതവും ഏറ്റില്ല. നിങ്ങൾ നോക്കിയേ, ഒരാഘാതവും ഏറ്റില്ല. അതിനു വേണ്ടിയെങ്കിലും വചനം വായിക്കുക. കാരണം എന്താ? മേഘസ്തംഭമായി ദൈവം കൂടിരുന്നു. ലോകം വിശ്വാസിയുടെ കഷ്ടം കാണും, വിശ്വാസി കഷ്ടതയുടെ മധ്യത്തിൽ കൂടെയുള്ള ദൈവത്തെ കാണും. അവൻ ഉരുകി പോകുവാൻ അനുവദിക്കാതെ വണ്ണം അതേ ആ പ്രതിസന്ധിയുടെ വേനലിലും അതേ പ്രതിസന്ധിയുടെ മരുഭൂമിയിലും അവനെ പരിപാലിച്ചു വഴി നടത്തുന്ന ദൈവത്തെ ഈ പകലിലും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി തിരിച്ചറിയ. അതേ കത്തിക്കാളുന്ന വേനലിന്റെ അനുഭവമാണ്, മരുഭൂ സമാനമായ അനുഭവമാണ് നിന്റെ ജീവിതത്തിലുള്ളത്. എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും നല്ലതൊന്നും കാണുവാനില്ല. ഉരുകി ഉരുകി ഇല്ലാതായി തീരുന്ന അവസ്ഥയാണ്. മനസ്സ് വേദന കൊണ്ട് ഉരുകി ഇല്ലാതാകുന്ന അവസ്ഥയിൽ എന്നെ കേൾക്കുന്ന ചിലരുണ്ട്. രോഗം മുഖാന്തരം ഉരുകി ഇല്ലാതായി തീർന്നുകൊണ്ടിരിക്കുന്ന ചിലരുണ്ട്. നിന്ദയും അപമാനവും മുഖാന്തരം ഉരുകി ഇല്ലാതായി തീർന്നുകൊണ്ടിരിക്കുന്ന അയ്യോ ഈ ഭൂമി പിളർന്ന് ഞാനങ്ങ് പാതാളത്തിലോട്ട് ഇറങ്ങിപ്പോയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞ് കരയുന്നവരുണ്ട്. എനിക്കിനി ഇങ്ങനെ ജീവിക്കുവാൻ വയ്യ. മരുഭൂമി വളരുകയാണ്. സമസ്ത മേഖലകളിലും തൊഴിലിടത്തിൽ മരുഭൂമി വളരുകയാണ്. ജീവിക്കുവാൻ വേണ്ടതൊന്നുമില്ല, വെള്ളമില്ല, പച്ചപ്പില്ല. അയ്യോ, കുടുംബജീവിതത്തിൽ മരുഭൂമി വളരുകയാണ്. സ്നേഹത്തിന്റെ വരൾച്ച, ദൗർലഭ്യം, ഒന്നുമില്ല, നല്ലതൊന്നുമില്ല. മക്കളുടെ ജീവിതം മരുഭൂ സമാനമായി മാറിയിരിക്കുന്നു. കേൾക്ക്, ഇന്നലകളിൽ നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന മരുഭൂ സമാനമായ പ്രശ്നങ്ങൾ നിന്റെ കാലുകളെ വേഗിച്ചിട്ടുണ്ടായിരിക്കാം, നിന്നെ ഉരുക്കി കളഞ്ഞിരിക്കാം, നിന്റെ ജീവിതത്തിന്റെ നല്ല സമയങ്ങളെ ഉരുക്കി കളഞ്ഞിരിക്കാം. എന്നാൽ ഇന്ന് ദൈവം നിനക്ക് ഈ മരുഭൂമിയിൽ കുട പിടിക്കും. നീ ഉരുകി പോകത്തില്ല. ദൈവം നിനക്ക് സംരക്ഷണം തരും യേശുവിൻ നാമത്തിൽ. ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നീ ഉരുകി പോകാതെ, ഈ മരുഭൂമിയിൽ നീ പട്ടുപോകാതെ എൻ്റെ കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരും യേശുവിൻ നാമത്തിൽ. ആ ജോലി സ്ഥലത്ത് മരുഭൂ സമാനമായ പ്രശ്നങ്ങളിൽ നിന്ന്, വരുമാനമില്ലായ്മ മുഖാന്തരം നീ അനുഭവിക്കുന്ന ദാരിദ്ര്യത്തിൽ നിന്ന്, ഇല്ലായ്മയിൽ നിന്ന് എൻ്റെ ദൈവം സഹോദര സഹോദരി നിന്നെ പുറത്തു കൊണ്ടുവരും. സഹോദരി, നിന്റെ കുടുംബജീവിതത്തിനകത്ത്, സഹോദര നിന്റെ കുടുംബജീവിതത്തിനകത്ത് സ്നേഹമില്ലായ്മ മുഖാന്തരം നീ അനുഭവിക്കുന്ന ദാരിദ്ര്യം അത് മാറുവാൻ പോകുക, പച്ചപ്പുണ്ടാകുവാൻ പോകുക. ഓ സ്തോത്രം! സ്നേഹമെന്ന വൃക്ഷത്തിൽ പൂവും കായും തളിരും ഉണ്ടാകുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. മാതാവേ, പിതാവേ, തലമുറകളുടെ ജീവിതത്തിൽ നിന്ന് നന്മ എന്ന ഫലം പുറപ്പെടുവാൻ പോകുക. നിനക്ക് പേരെന്ന, പെരുമയെന്ന, വിശ്രമം എന്ന ഫലം പുറപ്പെടുവാൻ പോകുക. മരുഭൂമി മാറുക. അവൻ പറഞ്ഞുകൊണ്ട് നിൽക്കുവന്നേ, പിന്മാറിപ്പോയവനെ. അവന് സംഭവം മനസ്സിലായിട്ടില്ല. രാത്രി കടന്നു വരികയാണല്ലോ, ഇനി കാണാൻ കളി. വചനം പറയുന്നു 91-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യത്തിൽ, സിംഹത്തിന്മേലും അണരിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. ശത്രു നോക്കി നിൽക്കുക, ഇരുട്ടായി അവന്റെ ജീവിതത്തിൽ ഇരുട്ട് കടന്നു വന്നു. ഇനി സിംഹം കടന്നു വരും, പെരുമ്പാമ്പ് കടന്നു വരും, വിഷമുള്ള ക്ഷുദ്രജീവികൾ കടന്നു വരും. അവൻ തകർന്നു പോകും, ഈ ഇരുട്ടിൽ അവൻ നശിച്ചു പോകും. ഇനി അവനെ ഞങ്ങൾ കാണത്തില്ല. അയ്യോ, അവയെ മെതിച്ചു
മെതിച്ചു കളയുവാൻ തക്കവണ്ണം, നിന്നെ ഇരുട്ടിൽ തീർത്ത് കളയുവാൻ, നിന്റെ ജീവിതത്തിൽ വിചാരിതമായി കടന്നു വന്നിരിക്കുന്ന ഈ കൂരിരുട്ടിൽ നിന്നെ തീർത്ത് കളയുവാൻ, നിന്നെ തിന്നു കളയുവാൻ തക്കവണ്ണം കടന്നു വരുന്ന ക്ഷുദ്ര ജന്തുവിനെ ചവിട്ടുവാനും മെതിക്കുവാനും തക്കവണ്ണം എൻ്റെ ദൈവം നിന്നോട് കൂടിരുന്ന് നിന്റെ കാലുകൾക്ക് ബലം പകരുക. ഒരു ശത്രുവിനും കൊന്നു മുടിക്കുവാൻ, തിന്നു തീർക്കുവാൻ കഴിയാത്ത വിധത്തിൽ അതേ ഈ കൂരിരുളിൽ നിന്ന്, അയ്യോ ഈ കൂരിരുൾ നിന്റെ മരണത്തിന്റെ താഴ്വരയല്ല, ഇവിടെ നിന്ന് നീ പുറത്തു വരുവാൻ പോകുക. ഇത് നിന്റെ സാക്ഷ്യത്തിന്റെ താഴ്വര. ആമേൻ. ലോകം പറയും, അയ്യോ നീ ഇതിൽ അവസാനിച്ചു പോകും. അവൻ കണ്ണ് തിരുമ്പി നോക്കും, എവിടെ അവനുണ്ടോ, അവന്റെ അസ്ഥി ഉണ്ടോ. അസ്ഥി നോക്കുന്നവൻ അസ്ഥിക്ക് ബലമുള്ള നിന്നെ കാണും, നീ ചവിട്ടി മെതിച്ച് കടന്നുപോയ പ്രശ്നങ്ങളെ കാണും. ഓ സ്തോത്രം, യേശുവിൻ നാമത്തിൽ. അവന്റെ മുഖം ലജ്ജ കൊണ്ട് കുനിയുവാൻ പോകുക. ഓ സ്തോത്രം. അപ്പോ തീയിൽ നടക്കുവാൻ കാരണങ്ങൾ അധികം എന്തിനാ? ഇറങ്ങി നടക്കാൻ പറഞ്ഞതേ, പിന്മാറാതെ നടക്കാൻ പറഞ്ഞതേ, ആ മിസ്രയീമിൽ നഷ്ടപ്പെട്ടതിനൊക്കെ പകരം നൽകുന്ന ആ വിശാലമായ വാഗ്ദത്തങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ വേണ്ടിയാ. അപ്പോൾ റെഡിയാണേ? ഇനി പിന്മാറുകയാണെന്നല്ലോ, ധൈര്യമായിട്ട് കാൽ വയ്ക്കുമല്ലോ. ഇതിനൊരു അവസാനം ഉണ്ടെന്നേ, ഇതിൽ നിനക്കൊന്നും സംഭവിക്കത്തില്ലെന്നേ. ഈ കളി കളിക്കുന്നത് ദൈവമാണ്. അപ്പോൾ ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ ഇത് ചെയ്യും. ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ കൂട്ടി വരുത്തുക. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം നിങ്ങൾ കാണുവാനിടയായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രിയ കുടുംബാംഗങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും കൈത്താങ്ങലുമാണ്. അവരെ പോലെ ഞങ്ങൾക്കൊപ്പം നിൽക്കുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൈത്താങ്ങുവാനും ഈ മെസ്സേജ് അനേകരിലേക്ക് എത്തിക്കുവാനും നിങ്ങൾക്കും അവസരമുണ്ട്. അതിനായി കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഭയന്ന് നിൽക്കുകയാണോ? മുൻപിൽ ചെങ്കടൽ കണ്ടിട്ട്, ആ തീപ്പയുടെ അനുഭവം കണ്ടിട്ട്, അയ്യോ എനിക്കിനി മുൻപോട്ട് പോകാൻ വയ്യ, പ്രാർത്ഥിക്കും തോറും പ്രശ്നം കൂടുകയാണല്ലോ, ധൈര്യമായി കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്കൊപ്പം ദൈവമുണ്ടെന്ന് പറഞ്ഞു തന്ന് നിങ്ങളെ വഴി നടത്തുവാൻ മോശയെ പോലെ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും. നിങ്ങൾ ആ വാഗ്ദത്തത്തിലെത്തും. അതുപോലെ എല്ലാ ദിവസങ്ങളിലും ഇതുപോലെ അനുഗ്രഹീതമായ മെസ്സേജുകൾ കേട്ട് ഒരു ദിവസത്തെ നിങ്ങൾക്ക് അനുഗ്രഹീതമായി മാറ്റി വാഗ്ദത്തത്തിലേക്ക് നടക്കണം, വിടുതൽ പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അതുപോലെ പ്രൈസർ ഫാമിലിയുമായി മധ്യസ്ഥ പ്രാർത്ഥനയിൽ കൂട്ടായ്മയിൽ ചേർന്നായിരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ www.pcfg.in അല്ലെങ്കിൽ പ്രൈസർ ഫാമിലി global.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിനും സാധിക്കും. എന്നാൽ കണ്ണടച്ച വിശ്വസ്ത കർത്താവേ നല്ല ദൈവം, ഇപ്പോൾ രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, രോഗമുള്ള ഭാഗങ്ങളിൽ കരം വെച്ച് പ്രാർത്ഥിച്ചോട്ടെ. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നിങ്ങൾക്കൊപ്പമുള്ള രോഗികളായി നിങ്ങളുടെ അടുക്കലായിരിക്കുന്നവരുടെ മേൽ കരങ്ങൾ വെച്ച്, അപ്പോൾ ഈ കരങ്ങളിലൂടെ അങ്ങയുടെ ശക്തി വ്യാപരിക്കട്ടെ. ഓ യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. നാഡീ നരമ്പുകൾ, കോശങ്ങൾ, അവയവങ്ങൾ പുനർനിർമ്മിക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ. ക്യാൻസറുകൾ വിട്ടുമാറട്ടെ, ട്യൂമറുകൾ പൊഴിഞ്ഞു പോകട്ടെ. ഓ താങ്ക് ഗോഡ്. അസ്ഥിമേൽ, മാംസത്തിന്മേൽ, രക്തത്തിന്മേൽ ജീവൻ വ്യാപരിക്കട്ടെ, അവയവങ്ങളിൽ ജീവൻ ഉണ്ടാകട്ടെ. തൊഴിൽ മേഖലകളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ജോലി സംബന്ധമായി ഭാരപ്പെടുന്നവർ, പ്രിയപ്പെട്ടവരുടെ ജോലി സംബന്ധമായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. ഇപ്പോൾ തൊഴിൽ മേഖലകളിൽ പുതുവഴികൾ തുറക്കപ്പെടുക, ആ തടസ്സങ്ങൾ വിട്ടുമാറുക യേശുവിൻ നാമത്തിൽ. സകല തടസ്സങ്ങളും വിട്ടുമാറട്ടെ, എല്ലാ ഇല്ലായ്മകളും മാറട്ടെ, എല്ലാ ഞെരുക്കങ്ങളും മാറട്ടെ, ദാരിദ്ര്യങ്ങൾ മാറിപ്പോകട്ടെ, ഭവനങ്ങൾക്കകത്തുള്ള ദാരിദ്ര്യം മാറട്ടെ, അടുക്കളയിലെ ദാരിദ്ര്യം മാറട്ടെ. ഓ സ്തോത്രം. സമൃദ്ധി ഉണ്ടാകട്ടെ, കടബാധ്യതകൾ മാറട്ടെ. ജപ്തി നോട്ടീസുമായി ഭാരത്തോടെ ആയിരിക്കുന്നവർ പുറത്തു വരട്ടെ. ചില ലോണുകൾ എഴുതി തള്ളപ്പെടട്ടെ, പലിശ കടങ്ങൾ മാറിപ്പോകട്ടെ, അതിന് തക്കവണ്ണം വഴികൾ തുറന്നു കിട്ടട്ടെ. ചില സഹായികളിലേക്ക് നോക്കിയായിരിക്കുന്നവർ സഹായികൾ കണ്ണു തുറക്കട്ടെ. സഹായികളോട് എൻ്റെ ദൈവം അങ്ങ് സംസാരിക്കുന്ന കൃപയ്ക്കായി ഓ സ്തോത്രം. യോസേഫിന് വേണ്ടി ഫറവോന്റെ ഹൃദയത്തിൽ ഒരു സ്വപ്നം നൽകിയതുപോലെ ഇവരെ സഹായിക്കുവാൻ വേണ്ടി ചിലരോട് അങ്ങ് ഇടപെടുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് യേശുവിൻ നാമത്തിൽ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. കോടതികളിൽ നിന്ന് നീതി ഉണ്ടാകട്ടെ. ഓ സ്തോത്രം. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ, സിവിൽ കേസുകൾ, ക്രിമിനൽ കേസുകൾ, നീതിയുള്ള വിധികൾ ഉണ്ടാകട്ടെ. കൈവശമാക്കലും അവകാശപ്പെടുത്തലും, ഓ സ്തോത്രം, സകലതും മാറിപ്പോകട്ടെ. നീതി വെളിപ്പെടട്ടെ. ഭവനങ്ങൾ പണിയപ്പെടട്ടെ. പണികൾ പൂർത്തിയാക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ, വാടക കൊടുക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ സ്വന്തം ഭവനങ്ങളിലേക്ക് യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. തലമുറകളുടെ ഭാവി അനുഗ്രഹമായി തീരട്ടെ. വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ. വിവാഹ ബന്ധങ്ങൾക്ക് മേലുള്ള തടസ്സങ്ങൾ വിട്ടുമാറട്ടെ. ശത്രുതയോടെ നിൽക്കുന്ന ചിലർ ദേശം വിട്ടു പോകട്ടെ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. ബിസിനസ്സുകൾ അനുഗ്രഹമായി തീരട്ടെ. വലുതും ചെറുതുമായ സകല ബിസിനസ്സുകളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. സ്വയം തൊഴിലുകൾ, സംരംഭങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. വിദേശ യാത്രാ സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം
അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അടുത്ത ആഴ്ച ഇതേ സമയം നാം ഇപ്പോൾ കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിൻ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ചായിരിക്കും. പ്രിയരെ, അതുവരേക്കും ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.